ഹലോ ഹലോ അളിയ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ആരോടും പറയരുത്. എടാ, ഈ ഗർഭമൊക്കെ ഹലോ ഒന്നുമില്ല. ഹലോ പറ, കേക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. ഹലോ എടാ. ഹലോ ജോ, നീ എന്താ എൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാത്ത? ഞാൻ കണ്ടില്ല ജെനി. ജോ, എനിക്ക് പച്ചമാങ്ങ വേണം. പച്ചമാങ്ങ? എന്തേ പച്ചമാങ്ങ നീ കേട്ടിട്ടില്ലേ? ഇത്രയും ലേറ്റ് ആയോണ്ട് ചോദിച്ചേ. ഈ നേരത്തിന് എന്താ കുഴപ്പം? ജോ, എനിക്ക് ഇപ്പൊ പച്ചമാങ്ങ കിട്ടണം. അത് കിട്ടുന്നത് വരെ ഞാൻ ഉറങ്ങാതെ ടെറസിലിരിക്കും, കേട്ടോ? എന്താടാ? എടാ, പച്ചമാങ്ങ കിട്ടാൻ വല്ല വഴിയുണ്ടോ? പച്ചമാങ്ങയാ? നിനക്ക് വല്ലാത്ത സൂക്കേട് തന്നെ കേട്ടാ. എടാ, നീ വല്ല ടെലിഗ്രാമിൽ നോക്ക്. അല്ല, ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞ സിനിമയുണ്ടോ? എടാ പോടാ, പച്ചമാങ്ങ സിനിമയല്ല, കഴിക്കുന്ന പച്ചമാങ്ങ. എന്താ കഴിക്കുന്ന പച്ചമാങ്ങ? ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടാ. നട്ടപ്പാതിരിക്ക് തിന്നാനാണോടാ പച്ചമാങ്ങ? നീ വെച്ചേ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. ആർക്കാ ചേട്ടാ ഈ സമയത്ത് പച്ചമാങ്ങ? കൂട്ടുകാരന്. കൂട്ടുകാരനോ അതോ കൂട്ടുകാരിക്കോ? എന്ത്? അടിപൊളി. നിന്നോടെ മറുപടി പറഞ്ഞ ശരിയാവില്ല. അളിയ, കിട്ടിയ പച്ചമാങ്ങ? ഇല്ലടാ, നിന്റെ 16 അടിയന്തരത്തിനുള്ള പച്ചമാങ്ങ കിട്ടിയില്ല. നീയേ വല്ല പ്ലാവുമൊന്നും പോയി പറക്കി കേട്ടാ. ഇനി മേലെ കല്യാണം കഴിഞ്ഞ ആരെങ്കിലും വിളിച്ച് പച്ചമാങ്ങ ചോദിച്ചാ വെച്ചിട്ട് പോടാ. നല്ല ഒന്നാം തരം കണ്ണിമാങ്ങ അച്ചാറിടാനുള്ളതാ. അതന്നെ. ഈ പച്ചമാങ്ങ ഈ അർദ്ധരാത്രി നിനക്ക് എന്തിനാടാ? അങ്കിളെ, അത്യാവശ്യമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്യണം. അങ്കിളിന് ബുദ്ധിമുട്ടായോ? ഏയ്, പച്ചമാങ്ങയിലെ പ്രോജക്റ്റോ? ഓ, നിനക്ക് അസാമാന്യ ബുദ്ധിയാണല്ലോടാ. നിന്റെ പപ്പായ ഞെട്ടിക്കണം കേട്ടോ. ഞെട്ടും. അപ്പൊ മാത്രമല്ല, അങ്കിളും ഞെട്ടും. പ്രോജക്റ്റ് ഇറങ്ങുമ്പോ എല്ലാരും ഞെട്ടും. നിനക്ക് ഇനിയും വേണം പച്ചമാങ്ങ? വേണ്ടെങ്കിലേ മതി. കൊറേ കിടക്കുന്നുണ്ടാ. മതി. ഇവൻ നമ്മുടെ കുടുംബത്തിന്റെ യശസ് ഉയർത്തും കേട്ടോ. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, ഞാനില്ല. അതിൽ വേറൊരു സാധനം ഉണ്ട്, നോക്കാവോ? അതെ, ഇതെങ്ങനെ പുറത്ത് പപ്പായ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഈ ഫ്രിഡ്ജിൽ ആരാ പച്ചമാങ്ങ വാങ്ങിച്ചു വെച്ചത്? പച്ചമാങ്ങയോ? ആ, ജോച്ചൻ വാങ്ങിച്ചല്ലേ? ഞാൻ വാങ്ങിച്ചില്ല. ഇവിടെ എന്താ നടക്കുന്നേ? മമ്മി, പച്ചമാങ്ങ ഞാനാ വാങ്ങിച്ചത്. ആ, പ്രശ്നം തീർന്നല്ലോ. നിനക്കിത് എപ്പോ കിട്ടി? സമയമൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ജെന്നി, ജെന്നി. ഓ, എന്നാ ടേസ്റ്റ് അതിന്. ആ, ബെസ്റ്റ്. പച്ചമാങ്ങ കണ്ടപ്പോ ഒരു നൊസ്റ്റാൾജിയ. നന്നായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൊസ്റ്റാൾജിയ മതിയല്ലോ. അല്ല, ബ്രേക്ക്ഫാസ്റ്റും പച്ചമാങ്ങയും കൂടെ മിക്സ് ആക്കല്ലേ? ഏതായാലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സുജാതെ,
അടങ്ങിയിരി. ഹൈ ഡാ വിനീത. ചേട്ടാ ആ ദാ വരുന്നു. ഹായ് ആന്റി. ആ ഇപ്പൊ വരാ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. ബിസിയായി പോയി. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആ യോ എന്താ പോനെ ഈ വഴിക്കൊക്കെ? ചുമ്മാ പോസ്റ്റ് അടിച്ചിരിക്കുമല്ലേ? അയ്യോ ജ്യൂസ് വേണ്ട. എന്നാ കുടിച്ചോ, ഉറപ്പല്ലേ? ആ സൺഡേ ആയിട്ട് എന്തോ പരിപാടി? ജ്യൂസ് അടിച്ചു തരാ, കുടിപ്പിച്ചു പോയില്ല, അതൊക്കെ തന്നെ. നീ കുടിക്ക്. കുറച്ചു മുമ്പല്ലേ ഞാനൊരു മുന്തിരി ജ്യൂസ് കുടിച്ചേ. ഫ്രൂട്ട്സ് അല്ലേ, ശരീരത്തിന് നല്ലതാ, പിന്നെ നമ്മുടെ കൊച്ചിനും നല്ലതാ. നിനക്ക് ജ്യൂസ് വേണ്ടല്ലോ? വേണ്ട. ഗർഭിണിയാവുമ്പോഴേ ശരിക്കും എത്രാമത്തെ മാസം ആവുമ്പോഴാ വയറ് വീർത്തു വരുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചല്ലോ ജോയല്ലേ. എന്താണ് നെക്സ്റ്റ് പ്രോജക്റ്റ്? ഗർഭാണോ? ചുമ്മാ ഇതൊക്കെ ലോകവിവരങ്ങളില്ലേ, അറിഞ്ഞിരിക്കാന്ന് വിചാരിച്ച്. ലോകവിവരം അറിഞ്ഞിരിക്കുന്ന നല്ലതാ. അതെ. പച്ചമാങ്ങ തിന്നാൻ തോന്നുന്നു. ഇവള് പച്ചമംഗലൊന്നും ഒതുങ്ങിയില്ല. ഞാവൽപ്പഴം ഞാൻ അന്വേഷിക്കാത്ത സ്ഥലല്ലേ മോനെ. നീ 2 ദിവസമായാലും ഈ പച്ചമങ്ങയുടെ പിന്നാലെ. സത്യം പറയടാ, ആർക്ക് കൊടുക്കാനാ? വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ടാ. ആണ് സത്യം. രാത്രി 12 മണിക്ക് വീട്ടിലെ ആവശ്യം. എന്റെ പൊന്നു ചേട്ടാ, ഒരു മാങ്ങയുടെ കേസല്ല, അത് വിട്ടുകളാ. ഞാൻ വിട്ട്. ഞാൻ പോവാ. ഞാൻ ചുമ്മാ പറഞ്ഞാടാ. നീരി ഊണ് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. വേണ്ട. ആ കഴിച്ചിട്ട് പോടാ. എന്താണ് ചാട? വേണം. ജനി, നിന്റെ ഫോണില് സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഇല്ലേ? മസാല ദോശ അതിന്ന് ഓർഡർ ചെയ്താൽ പോരായിരുന്നോ? ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നല്ല എൻ്റെ വയറിൽ കിടക്കുന്നതിന് ഉത്തരവാദി. അത് നീയല്ലേ, അപ്പൊ നീ എന്നെ ഉണർന്നാ മതി. എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്. നമുക്ക് നമ്മുടെ കാര്യം ഒന്ന് സംസാരിച്ചാലോ? പുള്ളിക്കാരിയുടെ ഒപ്പീനിയൻ കേൾക്കാം. ആ പോവാം. നീ അപ്പം എൻ്റെ കൂടെ വരുമോ? ഞാൻ വരാലോ, അതിനെന്താ കുഴപ്പം? പിന്നെ ഡോക്ടറിന്റെ ഒപ്പീനിയൻ കേൾക്കുന്നത് നല്ലതാ. പക്ഷെ അബോഷന്റെ കാര്യം പറഞ്ഞ വല്ലതും വന്ന ജോലി ഞാൻ നിന്റെ തലയടിച്ചു വിളിക്കും. ജോ, നമ്മൾ എത്ര വട്ടം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, പക്ഷെ അപ്പ ഇല്ലാത്തൊരു ഫീല് ഇപ്പൊ ഉണ്ട്. എന്തോ? അപ്പൊ നമ്മള് 2 പേരല്ലേ, ഇപ്പൊ നമ്മള് 3 പേരില്ലേ? അതാരാ? എടാ പൊട്ടോ, ഇവിടെ ജോ, നിന്റെ തല തല്ലി പൊളിക്കുന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞത്. ജോയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇത് ഒഴിവാക്കണം. ജോയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ഞാൻ നാളെ അങ്ങ് വന്നേക്കാം. നീയില്ലേ, നീ എൻ്റെ ചക്കരെ. സോറി ജോ, ഞാൻ കുറെ ആലോചിച്ചു. നമുക്ക് ഈ കുഞ്ഞിനെ കളയണ്ട ജോ. നിനക്ക് ഉടനെ തന്നെ ഒരു ജോലി കിട്ടും, നമ്മൾ സെറ്റ് ആവും, എനിക്ക് ഉറപ്പാ. ഐ എം സോറി. ജോയിലെ, നീ എന്താടാ ഇവിടെ? ഞാൻ എനിക്ക് പനിയാ, ഡോക്ടറെ കാണാൻ വന്നേ. നീ ഗൈനക്കോളജിസ്റ്റിനെയോ? അല്ല, എല്ലാം അറിയാവുന്ന ഡോക്ടറാ, എൻ്റെ ഫ്രണ്ടിന്റെ ചേച്ചിയാ. ജോയൽ അത് കൂട്ടുകാരനാ ആന്റി. അത് ഞാൻ ഡോക്ടർ റോയിയോട് പറഞ്ഞോളാം. വരൂ. ശരി, ഇരിക്കും. ഓ ഒറ്റയ്ക്കാണോ വന്നത്? വൈഫ് വന്നിട്ടില്ലേ? ഇല്ല, വൈഫ് ഇപ്പോൾ വരും. എങ്കിൽ പിന്നെ 2 പേരും കൂടെ ഒരുമിച്ച് കയറിയാൽ മതിയായിരുന്നല്ലോ. അല്ല ഡോക്ടറെ, എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. പറ. ഞങ്ങൾക്കിപ്പം കുട്ടികൾ വേണ്ടെന്നാ. ഞങ്ങൾക്ക് ചെറുതായിട്ട് അബോർഷൻ ചെയ്യണമെന്നുണ്ട്. പേരെന്താണെന്നാ പറഞ്ഞത്? ജോയല്. ജോയിലെ, ഈ ചെറുത് വലുത് എന്നൊന്നുമില്ല. അബോർഷൻ എല്ലാം ഒറ്റ പ്രൊസീജിയറാണ്. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. വൈഫ്, ഈ പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ, വൈഫിന്റെ ആരോഗ്യം, അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. ഞാനെന്തുവാ ചെയ്യണ്ടേ? പ്രഗ്നൻസി ഇപ്പൊ എത്ര ഡ്യൂറേഷൻ ആയെന്നാ പറഞ്ഞത്? ഇപ്പം 3 ആഴ്ച. എക്സാക്ട്ലി 3 weeks.
ടു ജോയലിന് അതിനെ പറ്റി തന്നെ ഒരു ധാരണയില്ലാന്ന് തോന്നുന്നു. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര ഡ്യൂറേഷൻ ആയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ട് കൂടിയാണ് വൈഫിനെ കാണണം, അവരുടെ കൂടി വിവരങ്ങൾ വിശദമായിട്ട് അറിയണം എന്ന് പറയുന്നത്. വൈഫ് വരുമെന്നല്ലേ പറഞ്ഞത്? ജോയൽ ഒരു കാര്യം ചെയ്യും, ഒന്ന് കൗൺസിലിംഗ് റൂമിലേക്ക് ഇരിക്കൂ. എന്നിട്ട് വൈഫിനെ കൂടി കണ്ട് വിശദമായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. സിസ്റ്ററെ, ജോയലിനെ കൗൺസിലിംഗ് റൂമിലോട്ട് ഇരുത്ത്. അദ്ദേഹത്തിന്റെ വൈഫ് വരുമെന്നാ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരെയും കൂടെ വൈഫ് വന്നിട്ട് ഒരുമിച്ച് കാണാം. ഡോക്ടറെ കൗൺസിലിംഗ് വേണ്ടായിരുന്നു. കൗൺസിലിംഗ് വേണം ജോയലിന്, തീർച്ചയായിട്ടും കൗൺസിലിംഗ് വേണം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കാം. അങ്ങോട്ട് ഇരിക്കും. അയ്യോ, ശരി ഡോക്ടറെ. കുഞ്ഞുങ്ങൾ ഭൂമിയുടെ അവകാശികളാണ്. പക്ഷേ അബോർഷൻ ഒരു കുഞ്ഞിന്റെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നു. ജന്മം കൊടുത്തതിന് ശേഷം അതിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ പകുതി ചിന്ത മതി ഒരു കുഞ്ഞ് ജനിക്കാതെ നോക്കാൻ. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഗർഭം ധരിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ട് വേണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുന്ന നിമിഷം മുതൽ അതും നമ്മളെപ്പോലെ ജീവനുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ ജീവൻ ഇല്ലാതാക്കുന്നതിന് മുൻപ് നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സിസ്റ്ററെ, അതെ, എന്റെ വൈഫ് പ്രഗ്നന്റായി. പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. ഞാൻ അപ്പനാവുമ്പോഴാണ് അതിന്റെ സന്തോഷത്തിലാണ്. എന്തായാലും നന്നായി പ്രാർത്ഥിച്ചോ. അനിയന്റെ ആഗ്രഹവും നടക്കും. കഴിഞ്ഞ 9 വർഷമായിട്ട് എന്റെ കാത്തിരിപ്പാണേ കേട്ടാ.